നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിനേറ്റ കനത്ത പരാജയത്തിന് പിന്നാലെ പശ്ചിമ ബംഗാൾ ഭരണതലത്തിൽ വൻ അഴിച്ചുപണി. മമതാ ബാനർജിയുടെ ഏറ്റവും വിശ്വസ്തരായി അറിയപ്പെട്ടിരുന്ന മുതിർന്ന IAS ഉദ്യോഗസ്ഥർ കൂട്ടത്തോടെ സ്ഥാനമൊഴിഞ്ഞു. BJP വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേക്ക് നീങ്ങുന്ന പശ്ചാത്തലത്തിലാണ് ഈ നാടകീയ നീക്കങ്ങൾ. മുൻ ചീഫ് സെക്രട്ടറിമാരായ ആലാപൻ ബന്ദോപാധ്യായ, HK ദ്വിവേദി എന്നിവർ തങ്ങളുടെ മുഖ്യ ഉപദേശക സ്ഥാനങ്ങൾ രാജിവെച്ചു. കേന്ദ്ര സർക്കാരുമായുള്ള തർക്കങ്ങളെ തുടർന്ന് സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം മമതയുടെ പ്രത്യേക താൽപര്യപ്രകാരം നിയമിക്കപ്പെട്ടവരായിരുന്നു ഇവർ. മമതയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി മനോജ് പന്ത്, പ്രശസ്ത സാമ്പത്തിക വിദഗ്ധൻ അഭിരൂപ് സർക്കാർ എന്നിവരും സ്ഥാനമൊഴിഞ്ഞു. അഡ്വക്കേറ്റ് ജനറൽ കിഷോർ ദത്ത നേരത്തെ തന്നെ ഗവർണർക്ക് രാജി സമർപ്പിച്ചിരുന്നു. വരും ദിവസങ്ങളിൽ തൃണമൂൽ സർക്കാരിന്റെ ഭാഗമായിരുന്ന കൂടുതൽ ഉദ്യോഗസ്ഥർ സ്ഥാനമൊഴിയുമെന്നാണ് സൂചന. ആകെ 294 സീറ്റുകളിൽ 207 സീറ്റുകൾ നേടിയാണ് BJP ബംഗാളിൽ ചരിത്ര വിജയം കുറിച്ചത്. മമതാ ബാനർജിയുടെ 10 വർഷത്തിലേറെ നീണ്ട ഭരണത്തിന് ഇതോടെ അന്ത്യമായി. പരാജയപ്പെട്ടെങ്കിലും താൻ രാഷ്ട്രീയത്തിൽ സജീവമായി തുടരുമെന്നും പ്രതിപക്ഷ നിരയെ നയിക്കുമെന്നും മമതാ ബാനർജി വ്യക്തമാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് പിന്നാലെ ബംഗാളിൽ വ്യാപകമായ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. സംഘർഷങ്ങളിൽ ഇതുവരെ 6ഓളം പേർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ BJP നേതാവ് സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റും ഉൾപ്പെടുന്നു എന്നത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് പുതിയ സർക്കാർ അധികാരമേൽക്കാനിരിക്കെ ക്രമസമാധാന നില പുനഃസ്ഥാപിക്കുക എന്നത് വരാനിരിക്കുന്ന ഭരണകൂടത്തിന് വലിയ വെല്ലുവിളിയാകും.